ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും MSL പ്രോ ഗെയിമിങ്ങിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്കറിയാം കുറേ പേർക്ക് ഈ സർവറിൽ ജോയിൻ ചെയ്യുമ്പോൾ ഈ രജിസ്റ്റർ എന്നൊരു പ്രോബ്ലം വരുമ്പോൾ തന്നെ എനിക്ക് കയറാൻ പറ്റൂലല്ലോ, എങ്ങനെ ഇതിപ്പോൾ രജിസ്റ്റർ ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് നമ്മളെല്ലാ സർവറിലും ജോയിൻ ചെയ്യുമ്പോൾ ഈ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളൊരു കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യുക. പിന്നെ ഈ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കേൾക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ വാച്ച് ചെയ്യാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കേരളത്തിൽ ഈ രജിസ്റ്റർ എങ്ങനെ ചെയ്യേണ്ടതിനെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും നിങ്ങൾക്ക് എങ്ങനെ എളുപ്പത്തിൽ രജിസ്റ്റർ ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ വീഡിയോയിലോട്ട്. അപ്പോൾ നിങ്ങളെ സർവറിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇതെൻ്റെ ഒരു ഓവർവേൾഡ് ആണ്, അല്ലാതെ സർവർ അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് പറഞ്ഞാൽ, നിങ്ങൾ ഇവിടെ നിങ്ങൾ ചാറ്റിൻ്റെ ഓപ്പൺ ചെയ്യുക. ചാറ്റിൻ്റെ ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഈ സ്ലാഷ് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും, അത് നിങ്ങൾ കൊടുക്കുക. ഞാൻ കൊടുക്കണമായിരിക്കും തന്നെ. എന്നിട്ട് നിങ്ങൾ ഈ അക്ഷരം തെറ്റാതെ രജിസ്റ്റർ എന്ന് നിങ്ങൾ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു സ്പേസ് ഇടുക. സ്പേസ് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ് കൊടുക്കാം. എന്നാൽ ഈ 1 2 3 4 അങ്ങനെ ഒന്നും കൊടുക്കരുത്. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും കൊടുത്ത് ആ പാസ്വേഡ് അടിച്ച് കയറിയാൽ നിങ്ങൾ ഐറ്റംസ് കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ മറക്കാത്തൊരു പാസ്വേഡ് കൊടുക്കുക, ഒരു പ്രാവശ്യം കൊടുക്കുക. എന്നിട്ട് നിങ്ങളൊരു സ്പേസ് ഇട്ടിട്ട് ഒന്നും കൂടെ അതേ പാസ്വേഡ് തന്നെ അവിടെയും കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതേ പാസ്വേഡ് തന്നെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം ഞാൻ അവിടെ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളിവിടെ എൻ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ എൻ്ററിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സർവറിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ചോപ്പ് ഇത് കാണിക്കുന്നുണ്ടാവും, പക്ഷേ ഇതിൻ്റെ ഓവർവേൾഡ് ആയതുകൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സർവറിലാണെങ്കിൽ നിങ്ങൾ സർവറിൽ ജോയിൻ ആയിട്ടുണ്ടാകും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ നിങ്ങൾ ഈ സർവറിന് ലെഫ്റ്റ് അടിച്ചിട്ട് നിങ്ങൾ വീണ്ടും ജോയിൻ ചെയ്ത്, അപ്പോൾ വീണ്ടും ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ചോദിക്കണം എന്തെന്ന് വെച്ച് പറഞ്ഞാൽ നിങ്ങൾ ലോഗിൻ ചെയ്യണമെന്നാണ്. അപ്പോൾ എങ്ങനെ ലോഗിൻ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും പിന്നെ കയറുമ്പോൾ നിങ്ങൾ ഇതന്നെയാണ് ചെയ്യേണ്ടത്. ഒരു സ്ലാഷ് കൊടുക്കുക, എന്നിട്ട് ലോഗിൻ എന്ന് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ സ്പേസ് വിട്ടിട്ട് നിങ്ങളവിടെ പാസ്വേഡ് ഇല്ലേ, നിങ്ങളുടെ പാസ്വേഡ്, ആ പാസ്വേഡ് അവിടെ ഒരു പ്രാവശ്യം കൊടുത്താൽ മതി. ഒരു പ്രാവശ്യം കൊടുത്ത് കഴിഞ്ഞിട്ട് ഓക്കെ, നമ്മളിവിടെ ഒരു പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടെ എൻട്രി ചെയ്യുക. അപ്പോൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവറിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ എപ്പോഴും കയറുമ്പോൾ തന്നെ ഈ ഒരു സ്ലാഷ് ലോഗിനും കൊടുക്കുക. എന്നിട്ട് ആ പാസ്വേഡ് കൊടുത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഈ പാസ്വേഡും കാര്യങ്ങളൊക്കെ മറന്നുപോയി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സർവറിൻ്റെ ഒരു അഡ്മിനും കാണുമല്ലോ, ആ സർവറിൻ്റെ അഡ്മിനെ കോൺടാക്റ്റ് ചെയ്യുക. അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവറിൽ നിങ്ങളെ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് ഒന്നും കൂടെയൊക്കെ നിങ്ങൾക്ക് പാസ്വേഡ് പുതിയതാക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മളൊരു പുതിയൊരു സർവർ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാലൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ സർവർ ഇപ്പോൾ തന്നെ ലോഞ്ച് ആവും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.